നിഷ്കാമികളുമായ ഒരു ജനതയും കൂടിച്ചേർന്നു നിൽക്കുമ്പോൾ അതു കേരളമായിത്തീരുന്നു. അനുഗ്രഹങ്ങളെ ചേർത്തുപിടിച്ച് കാലത്തോടൊപ്പം മുന്നേറുമ്പോൾ കേരളത്തിന് പുളകമാവുന്നത് ഭൂതകാലത്തിന്റെ പ്രതാപങ്ങളും വർത്തമാനകാലത്തിന്റെ പുളകങ്ങളും ഭാവിയുടെ പ്രതീക്ഷകളുമാണ്. ഇവയാൽ നൂറ്റും നെയ്തുമെടുത്ത ഒരു വ്യതിരിക്തത ഈ മണ്ണിന്റെ സ്വന്തം മനസാക്ഷിയാണ്. സാക്ഷരത മുതൽ വിവര സാങ്കേതികത വരെയുള്ള കാര്യങ്ങളിൽ കേരള മോഡൽ എന്ന സംജ്ഞയുണ്ടായത് ഇങ്ങനെയാണ്. ത്രേതായുഗത്തിലെ മഹാമുനി പരശുരാമൻ സമുദ്രാന്തരത്തിൽ നിന്നും മഴുകെറിഞ്ഞു മോചിപ്പിച്ചെടുത്ത ഭൂമിത്തുരുത്താണ് കേരളമെന്ന ഐതിഹ്യം വിശ്വസിക്കാൻ എത്ര പ്രയാസമുണ്ടെങ്കിലും അതുമാത്രമാണ് കേരളത്തെപ്പറ്റിയുള്ള ഏറ്റവും പഴയ ചൊല്ല്. കേരളം എന്ന പേരിനു പിന്നിലുമുണ്ട് പറയാനെമ്പാടും. കേരവൃക്ഷത്തിന്റെ നാടായതുകൊണ്ടാണെന്നും കടൽ തീരം എന്നർത്ഥമുള്ള ചേരളം സ്വരം മാറിയതാണെന്നും ചേര രാജാക്കന്മാരുടെ നാടായതുകൊണ്ടാണെന്നും വീരകേരളൻ എന്ന ഏതോ പൗരാണിക രാജാവിന്റെ സംഭാവനയാണെന്നും മറ്റും. എന്നാൽ ഇവയേക്കാളെല്ലാം വിശ്വസനീയവും അനുയോജ്യവുമായ പക്ഷം കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്മാനങ്ങളുമായി പായക്കപ്പലുകളിൽ വന്നിറങ്ങിയ അറബികളുടെ വകയാണ് ഈ പേരുമെന്നാണ്. വശ്യതയുടെ ഈ മനോഹര ഭൂശില്പത്തെ അവർ ഖൈറുള്ള, ദൈവം അനുഗ്രഹിച്ച നാട് എന്ന് വിളിക്കുകയായിരുന്നുവത്രേ. മറയൂരിലെ മുനിയറകളിൽ നിന്നും പശ്ചിമഘട്ടത്തിലെ ആദിവാസി മലമടക്കുകളിൽ നിന്നും മഹാശിലായുഗത്തിന്റെ തിരുശേഷിപ്പുകളിൽ നിന്നും ചേര ചോള വംശങ്ങളും സെന്റ് തോമസും മാലിക് ബിൻ ദീനാറും വാസ്കോഡ ഗാമയും സാമൂതിരിമാരും കേരളത്തിന്റെ പൈതൃകത്തിന്റെ രഥമുരുട്ടിയിറങ്ങുമ്പോൾ ശ്രീശങ്കരനും മഖ്ദൂമുമാരും ആർഷ സംസ്കാരത്തിന്റെ മുനിശ്രേഷ്ഠന്മാരും അതിനെ വരവേൽക്കുകയും ശേഷക്കാർക്ക് വിശുദ്ധിയോടെ കൈമാറുകയും ചെയ്തു. അതു നെഞ്ചിലേറ്റിയ ജനത കാർഷിക വിപ്ലവത്തോടൊപ്പം കലയുടെയും സാഹിത്യത്തിന്റെയും വർണ്ണങ്ങൾ ചേർത്ത് കാലത്തോടൊപ്പം വളർന്നുയർന്നു. കലാവശ്യതയുടെ പെരുമ്പറ മുഴങ്ങുന്ന കലകളും തപസ്സിൽ വികസിപ്പിച്ചെടുത്ത വിദ്യകളും ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുക കൂടി ചെയ്തതോടെ അവരും അവരുടെ നാടും ലോകത്തിന്റെ നോട്ടം തട്ടിത്തിളങ്ങി. തുള്ളലും തിരുവാതിരക്കളിയും അറവനമുട്ടും കൊണ്ട് ലോകത്തെ അവർ പുളകമണിയിച്ചു. ആയുർവേദത്തിന്റെ അടിവേരുകൾ പറിച്ചെടുത്ത് അവർ ശാന്തി മന്ത്രങ്ങൾ മീട്ടി. കൊടുക്കലുകളുടെയും വാങ്ങലുകളുടെയും വരവും ചിലവും കേരളത്തിന്റെ കണക്കു പുസ്തകത്തിലുണ്ട്. ഈ കണക്കുകളെല്ലാം സ്വാധീനിച്ച മണ്ണാണ് കേരളത്തിന്റേത്. ആദ്യം അധിനിവേശത്തിന്റേതും പിന്നെ പ്രവാസത്തിന്റേതും. നെഗ്രിറ്റോയിഡ്, ആസ്ട്രലോയിഡ് തുടങ്ങിയ വംശങ്ങളായിരുന്നു പ്രാക്തന കേരളത്തിന്റെ അറിയപ്പെട്ടിടത്തോളം ആദ്യത്തെ അധിനിവേശക്കാർ. ഇന്നും കാണുന്ന ചില ആദിവാസികൾ ഇവരുടെ ശേഷക്കാരാണത്രേ. പിന്നെ വന്നവർ മഹാശിലായുഗത്തിന്റെ ശില്പികൾ എന്ന് കരുതപ്പെടുന്ന ദ്രാവിഡരാണ്. പിന്നെ കടലും കടന്നെത്തിയവരുടെ ഊഴങ്ങളായിരുന്നു. മധ്യധരണിയായി കടന്നുവന്ന ഫിനീഷ്യരാണിവരിൽ ആദ്യം വന്നതാണെന്നാണ് അനുമാനം. പിന്നെ ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും അറബികളും ബ്രിട്ടീഷുകാരും അങ്ങനെ അധിനിവേശങ്ങളുടെ കഥ തുടരുകയാണ്. അധിനിവേശങ്ങൾക്കെന്നും കയ്പ് രസമായിരുന്നു. അധിനിവേശങ്ങൾ കാണിച്ചു തന്ന അതേ വഴിയിലൂടെ തിരിച്ചു നടക്കുവാൻ പിന്നെ കേരളത്തിന്റെ മനസാക്ഷി കൊതിച്ചു. അങ്ങനെ ജീവിതത്തെ പച്ചപിടിപ്പിക്കുവാനുള്ള വഴികളും തേടി അവർ വിവിധ നാടുകളിലേക്ക് കുടിയേറി. 18-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ഈ പ്രവാസം തുടങ്ങിയെന്നാണ് കണക്ക്. 1850-ൽ ചാലിയത്തെ ഇമ്പിച്ചി ഹാജി കൊളംബോയിലെത്തിയതായി എസ് മുത്തയ്യ തന്റെ ഇൻഡോ ലങ്കൻസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. സിലോണിലും മലായയിലും സിംഗപ്പൂരിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരെയും അവർ കുടിയേറി. ദൈവസിദ്ധമായ വിശ്വസ്തതയും നിഷ്കളങ്കതയുമെല്ലാം തുറന്നുവെച്ചപ്പോൾ അവരുടെ ജീവിതങ്ങൾ ശരിക്കും പച്ചപിടിച്ചു. 1923-ൽ സൗദി അറേബ്യയിൽ എണ്ണ കണ്ടെത്തിയത് കേരള ജനതയ്ക്ക് പ്രതീക്ഷയുടെ നിറവും മണവും നൽകിയ സംഭവ വികാസമാണ്. അബ്ദുൽ അസീസ് രാജാവിന്റെ നേതൃത്വത്തിൽ ആധുനിക സൗദി അറേബ്യയുടെ ലോക നിലവാരത്തിലേക്കുള്ള ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും നാന്ദി കുറിക്കപ്പെട്ടപ്പോൾ അറബി പൊന്നും തേടി മലയാള നാട് സൗദിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ആദ്യമൊക്കെ ആ ഒഴുക്ക് മെല്ലെയായിരുന്നുവെങ്കിലും 70കളിൽ ആ ഒഴുക്ക് വർദ്ധിച്ചു. തീർത്ഥാടനത്തോടൊപ്പം സമ്പാദ്യവും പ്രതീക്ഷകളുടെ ഭാണ്ഡത്തിൽ കെട്ടി മലയാളികൾ അറബിക്കടൽ മുറിച്ചു കടന്നു. നിഷ്കളങ്കരും നിപുണരുമായ ഈ ജനതയെ അറബി നാട് മർഹബ നേർന്ന് സ്വീകരിച്ചു. ഹജ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യത്തായിലെ ഈ സബീല തടിയാലും മുതലാലും വഴിയാലും ആവതുള്ളവൻ ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ 5ാമത്തെ പറഞ്ഞത്. ആ പിന്നെ വകുപ്പിൽപ്പെടുന്ന ആൾക്കാരല്ല ഞങ്ങളാണ്. കാരണം
65 കാലഘട്ടങ്ങളാണ് നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ കുടുംബജീവിതത്തിന് കുടുംബങ്ങളെ ശരിക്ക് നമ്മൾക്ക് തൊഴിൽ ചെയ്ത് ജീവിച്ചാൽ തന്നെ നമ്മളെ കുടുംബം പോറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനൊരു പരിഹാര മാർഗം എന്ത്? ഞങ്ങൾ ഗൾഫിലേക്ക് കുറെ ആൾക്കാർ ലാഞ്ചിന് അബുദാബി പോകുന്നുണ്ട്. അതിനുള്ള വഴി നമ്മൾക്കില്ല. അങ്ങനത്തെ ഒരു അവസരത്തിലാണ് 76 കുറെ ആൾക്കാർ ഹജ്ജിന് വന്ന് ഇവിടെ നിന്നു. അവർക്ക് ഇവിടെ ബലജിയിൽ ജോലി കിട്ടി. അവരുടെ ടാറ്റൊക്കെ നാട്ടിൽ വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ളൊരു വഴി നമ്മളും സ്വീകരിച്ചു നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് 1-ാം കപ്പൽ മുതൽച്ച് ഇങ്ങോട്ട് ആൾക്കാർ വരാൻ തുടങ്ങിയത്. അത് കേരളത്തിൽ നിന്ന് ഹജ്ജിന് പണം കെട്ടി പാസ്സാകത്തിന്റെ പേരിൽ കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ ഹജ്ജിന് കെട്ടി അവിടുത്തെ ആൾക്കാരായിട്ട് അവിടുന്ന് ഹജ്ജിന്റെ കോട്ടയിൽ പാസ്സായിട്ട് വന്നവരാണ് അധിക പേർ. പാരമ്പര്യത്തിന്റെ തനിമയിൽ വിശ്വസ്തയുടെ മാറ്റുരച്ച് 22 സംവത്സരങ്ങളുടെ സേവന പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വ്യാപാരികൾ അൽ മലക്കിയ ജ്വല്ലറി. അഴകിനും ആവശ്യത്തിനും ആഡംബരത്തിനും അനുയോജ്യമായ സ്വർണ്ണാഭരണങ്ങളുടെ സ്വർഗീയ ലോകം അൽ മലക്കിയ ജ്വല്ലറി, അൽ യമാമ ഗോൾഡ് സൂക്ക്, ഷോപ്പ് നമ്പർ 135, കന്ദ്ര, ജിദ്ദ. വളരെ നന്നായിരിക്കുന്നു. സെയിൻ എന്നാൽ ഏറ്റവും കൂടുതൽ സെലക്ഷൻ ഉള്ള മലബാറിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോറൂം. സെയിൻ ഫാഷൻ ആൻഡ് സിൽക്സ് കൊണ്ടോട്ടി. Be in a place where you want to find the best out there. You'll amaze on how the world ticks for us. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday, yeah. Akbar Travels of India Private Limited, your travel mate. ഇയാൾ ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തതും ചിന്തിച്ച് ടെൻഷൻ അടിക്കാതിരിക്കോ? ഇനി അവിടുത്തെ വിവരം കിട്ടുന്നത് വരെ ചങ്കില് തീയ. ഹലോ അച്ഛാ, എന്തായി മോനെ? ഇപ്പൊ അഡ്മിറ്റ് ചെയ്തതേ ഉള്ളൂ. ഡെലിവറി ഡേറ്റ് 2 ദിവസം കഴിയുമെന്നാ പറഞ്ഞത്. ഞങ്ങൾ ഷിഫ ജിദ്ദ പോളി ക്ലിനിക്കിലാ. ഷിഫ ജിദ്ദ പോളി ക്ലിനിക്കിലാണോ? അതെ അച്ഛാ. ഹാവൂ, ഇപ്പഴാ ഞങ്ങക്ക് മനസ്സമാധാനായത്. അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം. ശരി മോനെ. ഇപ്പൊ നിനക്ക് മനസ്സമാധാനായില്ലേ? ജിദ്ദയിലെ ഷിഫ ജിദ്ദ പോളിക്ലിനിക് ആണെങ്കിൽ പ്രസവം നല്ല. ഇനി ഒരാരോഗ്യ പ്രശ്നങ്ങൾക്കും പേടി വേണ്ടേ വേണ്ട. ഈ വിശ്വാസം ഞങ്ങൾ കാക്കുന്നു സുരക്ഷയോടെ. ഷിഫ ജിദ്ദ പോളിക്ലിനിക്, ഷറഫിയ, ജിദ്ദ. ഫോൺ 6533-636. ഫാക്സ് 6512-888.
ജിദ്ദ അഹദാബ് ഇന്റർനാഷണൽ സ്കൂൾ KG സെക്ഷന് 18 വർഷം ജിദ്ദയിൽ പരിചയസമ്പന്നയായ ശാന്ത ടീച്ചറുടെ നേതൃത്വം. സേവന തൽപരരായ മാനേജ്മെന്റിന് കീഴിൽ ജിദ്ദയിലെ സ്കൂളുകളിൽ വ്യത്യസ്തമായൊരു സ്ഥാപനം. അഹദാബ് ഇന്റർനാഷണൽ സ്കൂൾ, എ സ്കൂൾ വിത്ത് എ ഡിഫറൻസ്. ഇതേ സമയം ഇന്ത്യ വമ്പിച്ച മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും അവസാനത്തെ വൈദേശികാധിപത്യത്തിനെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയൊന്നാകെ തിളച്ചുമറിഞ്ഞു. അവസാനം വെള്ളക്കാരന് തന്റെ കൊടിയും പറിച്ചു പോകേണ്ടി വന്നു. ഇന്ത്യ സ്വതന്ത്രമായി. രാജ്യത്തെ ജനങ്ങൾ അവരുടെ വർണ്ണവർഗ ദേശ വേഷ ഭാഷാ ചിന്തകൾ മാറ്റിവെച്ച് ഒന്നിച്ചു മുന്നേറിയതിന്റെ ഫലമായിരുന്നു സ്വാതന്ത്ര്യം. പക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ പുലരി പുലർന്നത് വിഭജനത്തിന്റെ വേദനയുമായിട്ടായിരുന്നു. ഇന്നും ഉണങ്ങിയിട്ടില്ലാത്ത ആഴമുള്ള മുറിവായിരുന്നു ഭാരതത്തിന്റെ മനസ്സിൽ അന്നു വീണത്. ഒരു ബഹുമത രാജ്യമായ ഇന്ത്യയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുക എളുപ്പമുള്ള കാര്യമല്ല. വൈരുദ്ധ്യവും വൈവിധ്യവുമായ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് ഇന്ത്യ. ഇവയെല്ലാം ഉൾക്കൊള്ളേണ്ടിയിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഗാന്ധിജിക്കും ജവഹർലാലിനും പട്ടേലിനും ആസാദിനുമെല്ലാം അത്തരമൊരു വികാരമുണ്ടായിരുന്നുവെങ്കിലും താഴേക്കിടയിൽ പലരും വർണ്ണങ്ങളെ വേറിട്ട് കാണുവാൻ ശ്രമിച്ചു. അത് തിരിച്ചറിഞ്ഞ ആദ്യത്തെ ജനത ഇന്ത്യയിലെ മുസ്ലിങ്ങളായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് കളങ്കമില്ലാത്ത പിന്തുണ നൽകിയ അവർ തങ്ങൾ സ്വയം സംഘടിച്ചില്ലെങ്കിൽ ഒരു സമൂഹമായി നിൽക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി. ആ സംഗമമായിരുന്നു സർവ്വേന്ത്യ മുസ്ലിം ലീഗ്. കന്യാകുമാരി മുതൽ പെഷവാർ വരെ ജിന്ന സാഹിബിന്റെയും സുഹ്റവർദിയുടെയും ലിയാഖത്ത് അലി ഖാന്റെയും സീതി സാഹിബിന്റെയുമെല്ലാം നേതൃത്വത്തിൽ അവർ ഹരിത രാഷ്ട്രീയത്തിന് കരുത്തു പകർന്നു. വേറിട്ട ഒരു സ്വന്തം രാജ്യത്തെ സ്വപ്നേപി കാണുവാൻ മുസ്ലിം ലീഗുകാർക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ വെള്ളക്കാരന്റെ കറുത്ത മനസ്സിൽ തെളിഞ്ഞ ഒരു കുബുദ്ധിയുടെ ഫലമായി രാജ്യം മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ടു. അതിന്റെ വേദനകളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പുളഞ്ഞു. ജീവിതം രാജ്യത്തിനു വേണ്ടി തീരെഴുതി കൊടുത്തവരുടെ മുഖത്തു നോക്കി പാകിസ്ഥാൻ ചാരന്മാരാണെന്നും രാജ്യക്കൂറില്ലാത്തവരാണെന്നും തൽപര കക്ഷികൾ പറഞ്ഞും പാടിയും നടന്നു. വിഭജനത്തിന്റെ ഉത്തരവാദിത്വം തലയിൽ കെട്ടിവെച്ചുകൊടുത്ത് അവകാശങ്ങളിൽ നിന്നും അധികാരങ്ങളിൽ നിന്നും അവരെ തടഞ്ഞു. സംശയത്തിന്റെ പുകക്കുള്ളിലിട്ട് അവരെ ശ്വാസം മുട്ടിച്ചു. ഇത് തിരുത്തുവാൻ ഗാന്ധിജിക്ക് കഴിയുമായിരുന്നു. പക്ഷേ ആ മഹാത്മാവിനെ ഫാഷിസ്റ്റുകൾ വെടിവെച്ചു കൊന്നു. കോൺഗ്രസിനും കഴിയുമായിരുന്നു. പക്ഷേ അതിന് സന്മനസ് വെക്കുവാൻ മാത്രം കോൺഗ്രസിന്റെ രണ്ടാം നിരയുടെ മനസ്സിന് അന്ന് വിശുദ്ധിയില്ലായിരുന്നു. പക്ഷേ വിഭജനത്തോടെ അപ്പുറത്ത് ചേക്കേറി പുതിയ രാജ്യത്തിന്റെ ചക്കരക്കുടത്തിൽ കൈയിട്ടു വരുവാനായിരുന്നു അന്ന് മുൻനിര നേതാക്കന്മാരുടെ സാമർഥ്യം. അവശേഷിച്ച രണ്ടാം നിരയാവട്ടെ പ്രലോഭനങ്ങളിൽപ്പെട്ടും നിരാശയിൽ ചെന്നടിഞ്ഞും ലീഗ് പിരിച്ചുവിടാൻ തത്രപ്പാട് കാണിക്കുകയായിരുന്നു. ഇത്തരമൊരു ശ്രമത്തിന്റെ മുമ്പിലേക്ക് പക്ഷേ സമുദായ കേരളത്തിന്റെ വീരപുത്രന്മാർ ഇസ്മായിൽ സാഹിബും സീതി സാഹിബും ബാഫ്ക്ക് തങ്ങളും ബി പോക്കർ സാഹിബും ഉപ്പി സാഹിബും എടുത്തുചാടി. ഇന്ത്യയിൽ ഇന്ത്യക്കാരനായി അവകാശാധികാരങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുവാൻ മുസ്ലിം ന്യൂനപക്ഷത്തിന് അവകാശമുണ്ടെന്നും അത് പരിരക്ഷിക്കുവാൻ തങ്ങളുണ്ടെന്നും അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജനിച്ചു. കേരള മുസ്ലിങ്ങളുടെ സ്വന്തം ദേശമായ മലബാറിൽ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബും ഖായിദുൽ ഖൗം ബാഫക്കി തങ്ങളും ഹരിത പതാകയും പിടിച്ചു രംഗത്തിറങ്ങി. ഇന്ത്യയെയും ഇസ്ലാമിനെയും ഒരേപോലെ സ്വവികാരങ്ങളിൽ സ്വാംശീകരിച്ച ഈ നേതാക്കന്മാരിൽ മുസ്ലിം ന്യൂനപക്ഷം വിമോചനത്തിന്റെ ആശ്വാസം കണ്ടു. അനാഥരായ തങ്ങൾ സനാഥരാകുകയാണെന്നവർ തിരിച്ചറിഞ്ഞു. ഇന്ത്യയുടെ അഭിമാനത്തിനും നിലനിൽപ്പിനും ഹാനികരമായ ഒന്നും ഈ നേതാക്കന്മാരുടെ ഉള്ളിലും പുറത്തുമില്ലെന്നവർ ഉറപ്പുവരുത്തി. കുറ്റപ്പെടുത്തലുകളുടെ കൂരമ്പുകളിൽ നിന്നും ആരോപണങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും അവഗണനയുടെ ആഴികളിൽ നിന്നും തങ്ങളെ രക്ഷിക്കുവാൻ വന്ന രക്ഷയും രക്ഷകരുമാണ് മുസ്ലിം ലീഗും നിസ്വാർത്ഥരായ നേതൃത്വവുമെന്ന് അവർ ഉള്ളിലുറപ്പിച്ചു. മുസ്ലിം ലീഗിന്റെ ഹരിത രാഷ്ട്രീയം സമുദായത്തിന്റെ മനസ്സിൽ വേരുപിടിപ്പിച്ചു. മനസ്സുകളിൽ നിന്നും മനസ്സുകളിലേക്ക് അതിവേഗം ഹരിത രാഷ്ട്രീയം പടർന്നും പകർന്നും കരുത്താർജിച്ചു. സമുദായം ലീഗ് രാഷ്ട്രീയത്തെ ഒരു മതവികാരമായി തന്നെ കണ്ടു. സമുന്നതരായ നേതാക്കന്മാർ മുമ്പിൽ നടന്നു. ധർമ്മവും നീതിയും സാമൂഹ്യ സേവനവും
ലീഗ് അജണ്ടയായെടുത്തു. മലബാറിന്റെയും കേരളത്തിന്റെയും മനസ്സു കീഴ്പ്പെടുത്തുവാൻ ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒട്ടും വിയർക്കേണ്ടി വന്നില്ല. ഈ രാഷ്ട്രീയ വികാരത്തെ ഊതിക്കാച്ചിയതിലും പകർത്തുന്നതിലും വലിയ പങ്കുവഹിച്ച ഘടകമായിരുന്നു ചന്ദ്രിക ദിനപത്രം. 1934 ചന്ദ്രിക ഒരു വാരികയായി തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ചന്ദ്രയെക്കുറിച്ച് പറഞ്ഞാല് കേരളീയ മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന് ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ച ഒരു മാധ്യമമാണ് ചന്ദ്രിക. സത്യത്തിൽ മുസ്ലിം ലീഗിന് മുമ്പ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ചന്ദ്രികയാണ്. 1934 തലശ്ശേരിയിൽ വെച്ച് ചന്ദ്രികയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റി നിലവിൽ വരുന്നത് 1937 അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ചേർത്ത് പറയാൻ കഴിയാവുന്നത് ചന്ദ്രിക എന്ന പത്രം കേരളീയ മുസ്ലിമീങ്ങൾക്കും ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും വേണ്ടി ചെയ്ത സേവനങ്ങളെക്കുറിച്ച് നമുക്കൊരിക്കലും വിസ്മരിക്കാനാവുകയില്ല. മുസ്ലിം സമുദായത്തിനെതിരെ വന്ന എല്ലാവിധ കുൽസിത ശ്രമങ്ങളെയും എല്ലാവിധ പ്രചാരവേലകളെയും പ്രതിരോധിച്ച ഒരു പരിചയായും അതേസമയത്ത് മുസ്ലിം സമുദായത്തിന്റെ മുന്നേറ്റത്തിന്റെ മുന്നിൽ നിന്ന് പടവാളുമായി പടനയിച്ച ഒരു സംഭവവുമായും ചന്ദ്രിക എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട്. നമുക്കറിയാം, മഹാനായ KM സിദി സാഹിബ് കേരളീയ മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന്റെ നായകത്വം വഹിച്ച ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് KM സിദി സാഹിബ്. സിദി സാഹിബിന്റെ ബുദ്ധിയിൽ നിന്നാണ് ചന്ദ്രിക തലശ്ശേരിയിൽ നിന്ന് ഉടലെടുക്കുന്നത്. സിദി സാഹിബ് മുതൽ അതുപോലെ AK ഖാദർകുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ ഇന്ന് നമ്മള് ഇവിടെ ഗൾഫിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്നൊക്കെ ചന്ദ്രിക ഇറങ്ങുന്ന പ്രവർത്തനങ്ങളുമായി KMCC പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം 1934 അന്നത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരും നേതാക്കന്മാരും അന്ന് 1934 500 രൂപയുടെ ഷെയർ എടുത്തിട്ടാണ് ചന്ദ്രിക എന്ന കമ്പനിയും പത്രവും ആരംഭിക്കുന്നത്. പിന്നീട് 1934 നിന്ന് മുന്നോട്ട് പോയി 1946 ചന്ദ്രിക കോഴിക്കോട്ട് വന്ന് ദിനപത്രമായി മാറി. പിന്നീടുള്ള കേരളീയ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ അതിന് വഴി കാണിച്ചു കൊടുത്തത്, അതിന്റെ വഴിയടയാളമായി നിലനിന്നത് ചന്ദ്രിക പത്രമാണ് എന്നത് കേരള മുസ്ലിങ്ങളുടെ ചരിത്രം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് പഠനം നടത്തിയ മുഴുവൻ ചരിത്ര വിശാരദന്മാരും അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അത് ഓരോ കാലത്ത് വിഭജനത്തിന്റെ ആ കരാളമായ കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കെതിരെ നടന്ന വ്യാപകമായ പ്രചാരവേലകളെ പ്രതിരോധിച്ചത് ചന്ദ്രികയായിരുന്നു. ഈ മുസ്ലിം സമുദായം പാകിസ്ഥാന്റെ ആളുകളാണ് എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തിയപ്പോൾ അന്ന് മുസ്ലിം സമുദായത്തിന് സ്വതന്ത്ര ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ആത്മവിശ്വാസം പകരാൻ വേണ്ടി അത്യുദ്ധാനം ചെയ്ത ഏക മാധ്യമത്തിന്റെ ഏക പ്രസ്ഥാനത്തിന്റെ പേരാണ് ചന്ദ്രിക. അതുകൊണ്ട് തന്നെ ആ ചന്ദ്രികയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ ചന്ദ്രിക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ കണ്ണും കാതുമാണ്, നമ്മുടെ ശബ്ദമാണ്, നമ്മുടെ ശക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചന്ദ്രികയെ നമ്മുടെ പൂർവ്വസൂരികളായ മഹാരഥന്മാർ നെഞ്ചേറ്റിയതുപോലെ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ, അതിനെ ശക്തിപ്പെടുത്താൻ, അതിന് പ്രചാരണം നൽകാൻ നമ്മൾ ഓരോ KMCC പ്രവർത്തകന്മാരും മുന്നോട്ട് വരേണ്ടതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ തന്നെ ചരിത്രം എടുത്തു നോക്കിയാൽ പ്രമുഖരായ എല്ലാ മുസ്ലിം ലീഗ് നേതാക്കന്മാരും കടന്നു വന്നത് അവരുടെ പ്രവർത്തനത്തിന്റെ ആരംഭം കുറിച്ചത് ചന്ദ്രിക മുഖേനയാണ്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് മഹാനായ മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ള ആളുകൾ അദ്ദേഹം ചന്ദ്രികയുടെ ചീഫ് എഡിറ്ററായിരുന്നു. അങ്ങനെ ചന്ദ്രികയുടെ ചീഫ് എഡിറ്ററായ ആളുകൾ, ചന്ദ്രികയിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ നമ്മൾ വിലയിരുത്തിയാൽ മഹാരഥന്മാരായ എത്രയോ നേതാക്കന്മാർ, ഇപ്പൊ VC അബൂബക്കർ സാഹിബ് മുതൽ റഹീമേച്ചേരി വരെയുള്ള ചന്ദ്രികയുടെ ചീഫ് എഡിറ്റർമാർ അതാത് കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്കും മുസ്ലിം സമുദായത്തിനും ചെയ്ത സേവനങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പിന്നെ നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ, ഇപ്പോ CH മുഹമ്മദ് കോയ, ഇപ്പൊ നിലവിലുള്ള ബഹുമാന്യനായ നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് E അഹമ്മദ് സാഹിബ് ചന്ദ്രികയിൽ പ്രവർത്തിച്ച് ചന്ദ്രികയിലൂടെയാണ് മുസ്ലിം ലീഗിന്റെ തന്നെ മുൻനിരയിലേക്ക് കടന്നു വരുന്നത്. അത് PM അബൂബക്കർ സാഹിബ് ആണെങ്കിലും അതുപോലെ UA ബീരാൻ സാഹിബ് ആണെങ്കിലും തുടങ്ങിയ നേതാക്കന്മാരുടെയൊക്കെ ഒരു പശ്ചാത്തലം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ ചന്ദ്രിക വഴിയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വ നിരയിലേക്ക് കടന്നു വരുന്നതും മുസ്ലിം സമുദായത്തിന്റെ സേവകന്മാരായി കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചന്ദ്രിക കേരളീയ മുസ്ലിമീങ്ങളുടെ എല്ലാ തലത്തിലുമുള്ള വിജയത്തിനും നവോത്ഥാനത്തിനും വളരെ സുപ്രധാനമായ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ്, ഒരു പത്രമാണ്. ആ നിലയ്ക്ക് ഈ ചന്ദ്രിക അതുപോലെ പ്രവാസികളുടെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ പ്രവാസി സമൂഹത്തിന് വേണ്ടി അവരുടെ ഏറ്റവും ശക്തമായ ശബ്ദമായി എല്ലാ കാലത്തും നിലനിന്നത് ചന്ദ്രികയാണ്. ഇപ്പൊ തന്നെ KMCCയുടെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ KMCCയുടെ ആദ്യ ഭാഗമായി നമ്മൾ കാണുന്നത് ചന്ദ്രിക റീഡേഴ്സ് ഫോറമാണ്. ഇവിടെ 70കളിൽ
പിന്നെ മരുപ്പച്ച തേടി കടൽ കടന്ന മലയാളി സമൂഹം മരുഭൂമിയിൽ കടന്നു വന്ന് ജീവിത പ്രയാസങ്ങളുമായി ഏറ്റുമുട്ടിയപ്പോൾ അവർ ആദ്യം ആലോചിച്ചത് അവരുടെ പ്രിയപ്പെട്ട പത്രത്തിന്റെ ഒരു ശബ്ദമായി നിലനിൽക്കുക, അതിന്റെ പേരിൽ ഒരു ഫോറം രൂപീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് ചന്ദ്രിക റീഡേഴ്സ് ഫോറം രൂപപ്പെടുന്നതും അത് പിന്നീട് കേരള മുസ്ലിം കൾച്ചർ സെന്ററായി മാറുകയാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ നമുക്ക് പ്രചോദനമാകുന്നത് എന്നും ചന്ദ്രികയാണ്. പ്രവാസികളുടെ എല്ലാ പ്രശ്നങ്ങളും എക്കാലത്തും ഇന്ത്യയിലെ സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സമൂഹത്തിന്റെ മുന്നിലും ചർച്ചാ വിഷയമായി എല്ലാ കാലത്തും കൊണ്ടുവന്നത് ചന്ദ്രികയാണ്. അതുകൊണ്ട് ഇനിയും ചന്ദ്രികയുടെ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് KMCC മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നടക്കം ചന്ദ്രിക പ്രസിദ്ധീകരിക്കാനുള്ള അത്യധ്വാനവുമായി KMCC പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും ഈ പ്രയത്നം ഏറ്റെടുക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രചാരണത്തിന് വേണ്ടി അയ്യറൗള KMCC നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ എന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ജീവിത സന്ധാരണ മാർഗങ്ങൾ തേടി സൗദിയിലെത്തിയ മലയാളികൾ ഭാണ്ഡം കെട്ടിക്കൊണ്ടുവന്ന വികാരങ്ങളുടെ ഇടയിൽ ഹരിത രാഷ്ട്രീയവും ചന്ദ്രികയുമെല്ലാം ഉണ്ടായിരുന്നു. കാരണം ഈ രാഷ്ട്രീയ വികാരങ്ങളാണ് അവരെ ഇന്നലകളുടെ വെല്ലുവിളികൾക്ക് മുമ്പിൽ സംരക്ഷിച്ചത് എന്ന് അവർക്കറിയാം. ഗൾഫ് നാടുകളിൽ UAE-യിലാണ് ഹരിത രാഷ്ട്രീയത്തിന്റെ പ്രവാസ മനസ്സുകൾ ആദ്യമായി സംഘടിച്ചത് എന്നാണ് ചരിത്രം. 70കളുടെ ആദ്യത്തിൽ തന്നെ അവിടെ അവർ ചന്ദ്രിക റീഡേഴ്സ് ഫോറം എന്ന പേരിൽ സംഘടിക്കുകയായിരുന്നു. റീഡേഴ്സ് ഫോറത്തിന്റെ കീഴിൽ ചെറിയ സംഗമങ്ങളും സേവന പ്രവർത്തനങ്ങളും അവർ സംഘടിപ്പിച്ചു. ജിദ്ദയിൽ അക്കാലത്തെ മലയാളികളുടെ ആദ്യ താവളം ബനി മാലിക്കായിരുന്നു. നാട്ടുവിശേഷങ്ങൾ അറിയാനും പറയാനും കൈമാറുവാനും പങ്കുവെക്കുവാനും അവർ അവിടെ ഒഴിവു സമയങ്ങളിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. ഈ കൂടിച്ചേരലുകൾ കുടുംബം, നാട്, രാഷ്ട്രീയം, രാഷ്ട്രം തുടങ്ങിയ സകല മേഖലകളിലേക്കും കടന്നു ചെല്ലുക പതിവായിരുന്നു. ഈ സമാഗമങ്ങളിൽ പലപ്പോഴും വലിയ വികാരമായി തീരാറുള്ളത് രാഷ്ട്രീയം തന്നെയായിരുന്നു. അതുതന്നെ ഹരിത രാഷ്ട്രീയം. കാരണം ജീവിതം തേടിയെത്തിയ അവരിലധികവും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ സ്വന്തങ്ങളായിരുന്നു. ഈ അവസ്ഥയാണ് സൗദിയിലെ ജിദ്ദയിൽ ലീഗ് രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് കളമൊരുക്കിയത്. 1978 ജൂൺ 6-ാം തീയതി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ ആദ്യ പ്രവാസി കൂട്ടായ്മയായ ചന്ദ്രിക റീഡേഴ്സ് ഫോറം രൂപീകൃതമായി. നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിരുന്ന ജിദ്ദ പഞ്ചായത്ത് തലം തൊട്ട് സംസ്ഥാന തലം വരെ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരാണ് ഈ കുടിയേറ്റത്തിൽ വ്യാപകമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലെ ബന്ധവും പരിചയവും ഇവിടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിലൊക്കെ തന്നെ മറ്റു ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉള്ളതുപോലെയുള്ള മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയായ ചന്ദ്രിക റീഡേഴ്സ് ഫോറം ജിദ്ദയിലും ഉരുത്തിരിയണമെന്ന് സ്വാഭാവികമായും ആ സംഘാടകർ ആഗ്രഹിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിലാണ് ജിദ്ദയിലെ മനുമാലിക് ഏരിയയിൽ ഞങ്ങളൊക്കെ താമസിച്ച റൂമിൽ നാട്ടിൽ നിന്നെത്തിയുള്ള പ്രവർത്തകരൊക്കെ തന്നെ സജീവമായി ഒത്തുചേരുകയും അങ്ങനെ അവിടെ വെച്ചാണ് 1978 ജൂൺ 6-ാം തീയതി ചന്ദ്രിക റീഡേഴ്സ് ഫോറം എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഇന്നത്തെ പോലെ ഒരു തര വാർത്താ മാധ്യമങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നുകൊണ്ട് പ്രധാനമായും ഞങ്ങൾ ആശ്രയിച്ചിരുന്നത് നാട്ടിൽ നിന്നും വരുന്ന ചന്ദ്രിക ദിനപത്രത്തെയാണ്. അത് സ്വാഭാവികം വന്നുകൊണ്ടിരുന്നത് പോസ്റ്റ് വഴിയായിരുന്നു. പോസ്റ്റ് വഴി വരുമ്പോൾ മിക്കവാറും ഒരാഴ്ച 10 ദിവസം 12 ദിവസമൊക്കെ തന്നെ എടുക്കും. അതും തന്നെ 1-ാം തീയതി പത്രം 4-ാം തീയതി വരും, 6-ാം തീയതി പത്രം 1-ാം തീയതി വരും. അങ്ങനെ ഒരു സമയബന്ധിതമല്ലാതെ വന്നിരുന്നാലും ആ പത്രങ്ങളൊക്കെ തന്നെ ഞങ്ങളെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായ ബനുമാലിക്കിൽ ഞങ്ങൾ സ്വരൂപിക്കുകയും ആഴ്ചയിൽ ഒരിക്കൽ 70 ദിവസങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രവർത്തകർ ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബനുമാലിക്കിൽ എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേക പരിപാടികൾ ഒന്നുമില്ലെങ്കിൽ തന്നെയും ഒന്നിച്ചു ചേരുക എന്നുള്ളത് ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. പ്രത്യേകിച്ചും ചന്ദ്രിക വായിക്കുക, നാട്ടിലെ വിവരങ്ങൾ കൈമാറുക, അതുപോലെ പരസ്പര സഹോദരം നിലനിർത്തുക, അതുപോലെ കത്തുകളൊക്കെ തന്നെ വരിക എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നത്തെ മാതിരി ടെലിഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ടെലിവിഷനോ ടെലിഫോണോ മറ്റു പത്ര സംവിധാനങ്ങളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ നാട്ടിൽ നിന്ന് വരുന്ന കത്തുകൾ